പ്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്തരായ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട TJ ജോഷുവാച്ചൻ, അധ്യക്ഷ വേദിയിൽ ഉപേക്ഷരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വൈദിക ശ്രേഷ്ഠരെ, സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളെ, അധ്യാപകരെ, രക്ഷകർത്താക്കളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഈ 4 ഭദ്രാസനങ്ങളുടെ ഏകോപിപ്പിച്ചുള്ള സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി OSSAE രൂപം കൊണ്ടിട്ട് 50 വർഷം തികയുന്ന ഒരു ജൂബിലി വർഷം, അതിൻ്റെ അവയർനെസ് എല്ലാ ഭദ്രാസനങ്ങളും ഉണ്ടാകത്തക്കവണ്ണമുള്ള ഒരു സമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് തുമ്പമൺ, നിലയ്ക്കൽ, ചെങ്ങന്നൂർ, മാവേലിക്കര 4 ഭദ്രാസനത്തിൽ. പക്ഷേ ഇതിലൊരു ചെറിയ അപാകത എനിക്ക് തോന്നിയത്, ഇത് ബഹുമാനപ്പെട്ട ജോഷുവാച്ചൻ്റെ ക്ലാസ് ഒരു പ്രത്യേക സമയം വേർതിരിച്ച് വെക്കാൻ തക്കവണ്ണം ഇടയായില്ല എന്നുള്ളത് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് തന്നെ ഞാൻ കാണുന്നത്. കാരണം കാതലായിട്ടുള്ളത് ഈ കുട്ടികൾ എന്ത് പഠിക്കണം, എന്ത് ചിന്തിക്കണം എന്നുള്ളതാണ്. ഈ പൊതുവായ ഒരു സമ്മേളനം എന്ന് പറയുന്നതിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല. അത് ഇതിൻ്റെ സംഘാടകർക്ക് അത് എങ്ങനെയാണോ ഇങ്ങനെ പറ്റിയത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ കാതലായ അംശം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടു ദ ഹാർട്ട്സ് ഓഫ് ദി ചിൽഡ്രൻ, സംതിങ് അബൌട്ട് ഗോഡ്, അതുപോലെ തന്നെ അവർ ഫെയ്ത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അത് ഇവിടെ ഒന്ന് ഇങ്ങനെ വ്യത്യാസപ്പെട്ടത് ഭംഗിയായില്ല എന്ന് ഞാൻ പറയാൻ പാടില്ല, പക്ഷെ ഭംഗിയായില്ല എന്നുള്ളതാണ് വസ്തുത. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിൻ്റെ സുവർണ ജൂബിലി എന്ന് പറയുമ്പോൾ കുട്ടികൾ തെറ്റിദ്ധരിക്കരുത്, മലങ്കര സഭയിൽ സൺഡേ സ്കൂൾ ഉണ്ടായിട്ട് 50 വർഷമേ ആയിട്ടുള്ളൂ എന്ന്. അങ്ങനൊരു ധാരണ പെസക് ചിലപ്പോഴൊക്കെ നമ്മുടെ ആവേശം കൊണ്ട് കൊച്ചു കുട്ടികളുടെ മനസ്സിൽ കടന്നു കയറാൻ ഇടയില്ലേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 50 വർഷമൊന്നുമല്ല, 100ഉം 150ഉം വർഷം പഴക്കമുള്ള സൺഡേ സ്കൂൾ ധാരാളം നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. പക്ഷേ നമ്മൾ 50 വർഷത്തിൻ്റെ ജൂബിലി എന്ന് പറഞ്ഞ് അങ്ങോട്ട് കേമമാക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വേണമല്ലോ. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു വിചാരം. നമ്മളൊരു റിയാലിറ്റി ഷോ പോലെ, അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനാണ് എപ്പോഴും നമ്മുടെ ഇഷ്ടം. അത് നമ്മുടെ പെരുന്നാളായാലും, നമ്മുടെ വിവാഹമായാലും, നമ്മുടെ മാമൂസ ആയാലും, കല്യാണം ആയാലും, അതിനൊരു സാക്രമെൻ്റൽ വാല്യൂവിനേക്കാൾ കൂടുതലായിട്ട് അതൊരു സെലിബ്രേഷനാണ്. ആ സെലിബ്രിറ്റി ഇതിലും ഉണ്ടായി. ഞാൻ സംഘടിപ്പിച്ചവരോട് അങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത് വിചാരിക്കരുത്. ഇത് കേൾക്കുമ്പോൾ കുട്ടികളുടെ വിചാരമുള്ളത് 50 വർഷമായി ഇവിടെ സൺഡേ സ്കൂൾ ഭൂമിയിൽ പൊട്ടിമുളച്ചിട്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടാകും. നമ്മളെപ്പോലെ വിവരമുള്ളവർക്ക് ഒരു പക്ഷേ അങ്ങനെയല്ല, 50 അല്ല 150 എന്നൊക്കെ ചിലപ്പോൾ തോന്നാനിടയുണ്ട്. പക്ഷെ നമ്മുടെ വിവരക്കേടാണ് കാര്യങ്ങളുടെ അപകടം എന്നും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് പറയാം. ഈ 50 വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് 58 സഭ യോജിച്ച് കഴിഞ്ഞതിന് ശേഷം 2 കൂട്ടരും ഒരുമിച്ച് സൺഡേ സ്കൂള് നടത്തി നമ്മൾ ആ സൺഡേ സ്കൂളിന് ആ കുഞ്ഞിനൊരു പുതിയ പേരിട്ടു. ആ പേരുണ്ടായിട്ടാണ് ഇപ്പോൾ ഈ 50 വർഷം. അത് ഇത്ര വലിയ സെലിബ്രേഷനൊന്നും ആണെന്ന് എനിക്ക് വിചാരമില്ല. എങ്കിലും സൺഡേ സ്കൂൾ പ്രസ്ഥാനം എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വെച്ചാൽ ജോഷുവാച്ചൻ തിരുത്തണേ. ഈ 50 വർഷം സൺഡേ സ്കൂൾ ഉണ്ടായിട്ടുള്ളൂ എന്ന ഒരു വികാരം കുട്ടികളിൽ കടന്നു കയറിയിരുന്നു. നമുക്കൊക്കെ അറിയാം അങ്ങനെയൊന്നുമല്ല. അതുപോലെ തന്നെ നമ്മൾ 100 വർഷം ഈ കാതോലിക ആഘോഷിച്ചപ്പോഴും വളരെ ബുദ്ധിജീവികളായിട്ടുള്ള സഭയിൽ പെടാത്ത പലരോട് ചോദിച്ചു, അപ്പോൾ ഈ സഭയ്ക്ക് 100 വർഷത്തെ പഴക്കേ ഉള്ളോ എന്ന് ചോദിക്കുകയുണ്ട്. അപ്പം ഞങ്ങൾ പറയും, അല്ല 1960 വർഷമുണ്ട്, അത് കൂട്ടി തെറ്റി വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എത്ര പേർക്ക് അത് മനസ്സിലായി എന്നറിയാമല്ലോ. അപ്പം നമ്മൾ ഈ സെലിബ്രേഷൻ ആൻഡ് ഒരു അതിലല്ല നമ്മുടെ കാര്യങ്ങളുടെ കിടപ്പ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിലും ഈ ക്ലാസ്സിനാണ് പ്രാധാന്യം ഉണ്ടാകേണ്ടത്. കാരണം എന്താണ് സൺഡേ സ്കൂൾ, എന്താണ് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ നേരത്തെ താനാസിരിമയായിട്ട് വരുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ പറയായിരുന്നു, ഇന്നലെ 2014 തികഞ്ഞിട്ട് 67 ദിവസമേ ആയിട്ടുള്ളൂ. ഇന്നലെ ഞാൻ 68ാമത്തെ ഡൈവോഴ്സ് പെറ്റീഷൻ റീമാരേജിൽ ഒപ്പിട്ടിട്ടാണ് ഞാൻ അവിടെ വന്നത്. ഐ വാസ് ഷോക്ക്ഡ്. ഒരു ദിവസം ഒരു ഡൈവോഴ്സ് മലങ്കര സഭയിൽ നടക്കുന്നു എന്ന് പറയുന്ന അത്ര നിസ്സാരമൊന്നുമല്ല. നമ്മുടെ പെരുന്നാളും നമ്മുടെ സെലിബ്രേഷനും നമ്മുടെ ഈ എന്തുവാ പറയേണ്ടത്, ഒരു പുറത്തെ പുറമോടികൾ മാത്രം പിന്നെ
അങ്ങ് വൈറ്റ് വാഷ് ചെയ്യാനായിട്ടുള്ള വെള്ള പൂശാനുള്ള ഒരു ഭ്രമം നമ്മളിൽ കാണുന്നുണ്ട്. ഇത് വളരെ അപകടകരമാണ്. കാതലായ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ എന്തുവാണ് നമ്മുടെ സഭയെക്കുറിച്ചും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും വേദപുസ്തകത്തെക്കുറിച്ചൊക്കെ ഉള്ള നമ്മുടെ ഉൾക്കാഴ്ച എന്താണ്, അത് എന്തുമാത്രം ഇഫക്റ്റീവാണ്. സെലിബ്രേഷൻ കൊണ്ടൊന്നും കാര്യങ്ങൾ ഒന്നും ആകുകയില്ല. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് നമ്മുടെ സൺഡേ സ്കൂളിൽ തന്നെ നമുക്ക് ഒരു 60-70% കുട്ടികളെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് വളരെ സംശയമുണ്ട്. കാരണം 60%-70% ഒക്കെ കിട്ടാൻ വഴിയില്ല. മാക്സിമം അത്രയേ കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാനൊരു ഡാറ്റാബേസിലൊന്നും അല്ല പറയുന്നത്. പക്ഷേ പലപ്പോഴും ഇതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ ഒരിടത്തും എത്തുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് പല ന്യായീകരണങ്ങളും പറയാൻ കാണും. നമ്മുടെ കുടുംബങ്ങളൊക്കെ തകർന്ന് തരിപ്പണമാകുകയാണ്. 68 ഡൈവോഴ്സ് പെറ്റീഷൻ 67 ദിവസം കൊണ്ട് വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ കോടതിയിലും കച്ചേരിയിലും വരാത്ത ഒരുപാട് ഡൈവോഴ്സ് അതിൻ്റെ അകത്തുണ്ട്. രജിസ്ട്രേഷനായിട്ടും ഒളിച്ചോടി പോയിട്ടും തന്നെത്താൻ തന്നെ വീണ്ടും 2-3 കല്യാണം കഴിച്ചവരും പുറത്ത് പറയാത്തവരും ഉണ്ട്. കല്യാണം കഴിച്ച് അപ്പനും അമ്മയാണെന്ന് അഭിനയിച്ച് ജീവിക്കുന്നവരും ഉണ്ട്. അവര് പുറത്തോട്ടൊന്നും അവരൊന്നും മിണ്ടുവൊന്നുമില്ല. അവർക്കത് ആർക്കും വെളിപ്പെടുത്താനും താല്പര്യമില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളത് സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും ഒക്കെ പ്രാർത്ഥിക്കും. ഞാൻ ദീർഘമായിട്ടൊന്നും പ്രസംഗിക്കുന്നില്ല. 2 കാര്യങ്ങൾ ഓർക്കുക. 2 നേരം നമസ്കാരം ചെല്ലാനുള്ളൊരു ശീലം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അത് പിതാവ് അവിടെ വന്നില്ല എങ്കിലും അമ്മമാർ അതിന് സമയം കണ്ടെത്തിയേ പറ്റൂ. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും ആ നമസ്കാരം നടത്തുമ്പോൾ അല്പമെങ്കിലും വേദപാരായണം നടത്താനുള്ള ഒരു നിർബന്ധ ബുദ്ധി മാതാപിതാക്കൾ കാണിക്കണം. ഇത്രയും ചെയ്താൽ പോലും നമുക്ക് നമ്മുടെ സംസ്കാരവും നമ്മുടെ കാര്യങ്ങളും നിലനിർത്താൻ ഒക്കും. നമ്മൾ ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഒന്നും നമ്മുടെ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമ്മുടെ കാരണവന്മാർ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവർ പുലർത്തിയിരുന്നു. അവർ ഞായറാഴ്ച ആരാധനയിൽ പങ്കെടുത്തിരുന്നു. അവരുടെ കുടുംബത്തിൽ 2 നേരം അവർ പ്രാർത്ഥിക്കുമായിരുന്നു. അവരുടെ കുട്ടികളെ ചേർത്ത് പ്രാർത്ഥന നടത്തുമായിരുന്നു. വേദപുസ്തകം പഠിക്കുമായിരുന്നു. മുത്തശ്ശികൾ കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കുഞ്ഞു പാട്ടുകൾ അവർക്ക് പാടി കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ തലമുറ വളർന്നു വന്നിട്ടുള്ളത്. അങ്ങനെ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഉപദേശിച്ചും പഠിപ്പിച്ചും ഒന്നുമല്ല. അച്ഛൻ കുർബാന ചൊല്ലിയിട്ട് പ്രസംഗമൊന്നും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വിചാരമില്ല. കാരണം ഇതെല്ലാം സുറിയാനിയിലുള്ള പരിപാടിയാണ്. അത് ആർക്കറിയാം? സുറിയാനിയെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എത്ര അച്ഛന്മാർക്കറിയാം? വല്ല അൽപ്പാന്മാരും ചെയ്തെങ്കിൽ ചെയ്തു, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പോലും ഈ സഭയുടെ സത്യവിശ്വാസം നിലനിന്നു. ഈ സഭയുടെ സാംസ്കാരിക സത്ത നഷ്ടപ്പെട്ടില്ല. നമ്മുടെ കുട്ടികളും അതുപോലെ വളരുന്ന തലമുറയും നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ല. ഇന്ന് നമുക്ക് വിരൽത്തുമ്പിൽ വിജ്ഞാനമുണ്ട്, സകല സർവ്വ സൗകര്യങ്ങളുണ്ട്, ധനമുണ്ട്, ഇന്റർനെറ്റുണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്, ഐഫോൺ, ആർഫോൺ ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വളരെ അധികം ഉയർച്ചയോ തളർച്ചയോ എന്ന് അവരവർ നിശ്ചയിക്കട്ടെ. സൺഡേ സ്കൂൾ പ്രസ്ഥാനം വളരേണ്ടത് വളരെ ആവശ്യമാണ്. നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാ. നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാനല്ല ഞാനിത് പറയുന്നത്. ഇതൊന്നും കേൾക്കാത്ത അറിയാത്ത ഒരുപാട് കുടുംബങ്ങളും മാതാപിതാക്കളും കുട്ടികളും നമ്മുടെ സഭയ്ക്കകത്തുണ്ട്. അവരാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത. സൺഡേ സ്കൂൾ പഠിക്കുന്ന കുട്ടികളല്ല എന്നുള്ളതും ഞാൻ ചേർത്ത് പറയുകയാണ്. എങ്കിലും സൺഡേ സ്കൂളിനെ കുറിച്ചൊരു അവയർനെസ് സഭ മൊത്തത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഈ ജൂബിലി സമ്മേളനവും ഇതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത്. ആ അർത്ഥത്തിൽ ഇതിനെ ഞാൻ ഏറ്റവും അധികം വിലമതിക്കുന്നു. സൺഡേ സ്കൂൾ പ്രസ്ഥാനം, സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ കുട്ടികളും മാതാപിതാക്കളും അധ്യാപകരും വീണ്ടും അനുസ്മരിക്കുവാൻ തക്കവണ്ണം ഈ സമ്മേളനം വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ഇനി ഈസ്റ്റർ കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മാർച്ച് 31 കഴിയുമ്പോഴേക്കും നമ്മുടെ കുട്ടികളൊക്കെ OBBSൽ ചേരാൻ പോകുകയാണ്. പക്ഷെ ഇതൊക്കെ ഒരു നിശ്ചിത അംഗസംഖ്യ മാത്രമായിരിക്കും ഇതിലൊക്കെ പങ്കാളിയാകുന്നത്. അത് കാര്യശേഷിയോടെ ഒരു 90% നമുക്കതിലൊക്കെ ഈ കുഞ്ഞുങ്ങൾ പങ്കെടുത്ത് അവരെ ബോധവൽക്കരിക്കാവുന്നതൊക്കെ നമുക്കിടയാൽ നന്നായിരിക്കും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സമ്മേളനത്തിൽ കടന്നു വന്ന് ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.